ശശി, ഞാൻ ഇവിടെ ഉണ്ട് സാർ. തന്നെ ആരാ ഇതിനകത്ത് പൂട്ടിയിട്ടത്? ആ സാധനങ്ങളൊക്കെ വലിച്ചു വാരിട്ടിരിക്കണ ആരാ? കുറച്ചു മുമ്പ് ആ രാധയും ചെക്കനും കൂടി ഇവിടെ വന്നിരുന്നു, കൂടെ കൂട്ടുകാരികളും. എന്നോട് ഒളിച്ചു കളിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. എത്രയായാലും ഞാൻ കല്യാണം കഴിക്കാത്തൊരു ബാച്ചലറല്ലേ, വീണുപോയി. എന്നോട് പോയി ഒളിച്ചോളാൻ പറഞ്ഞു. വാതിന് പുറത്തു നിന്നും കുറ്റിയിട്ടപ്പോഴാ എന്നെ ട്രേപ്പ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായത്. റേപ്പ് ചെയ്യാനോ? അല്ല, ട്രേപ്പ് കൊടുക്കുക. ട്രാപ്പ്. ഓ, അങ്ങനെയും പറയാമോ? ട്രാപ്പ്. എന്നിട്ട് എന്തുണ്ടായേ? എന്നിട്ട് ആ രാധ എന്ന പെൺകുട്ടി ജനാലക്കിൽ വന്ന് എന്നോട് ഫോട്ടോ ചോദിച്ചു. ബൊപ്പണ്ണയുടെ മകളുടെ കല്യാണത്തിന് ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അതെടുത്ത് കൊടുത്തപ്പോ ആ പരസ്യം ഉണ്ടല്ലോ, പശുവിന് കാടി കൊടുക്കുന്ന പാത്രം എടുത്ത് എന്റെ നെഞ്ചത്ത് ഒറ്റ ഏറ്. ആ ഉടുകു എൻ നെഞ്ച് തകുണ്ടോ? അവൻ എന്റെ നെഞ്ചും കൊണ്ടേ പോവൂ. അല്ല സാറേ, അവർ ഈ ഫോട്ടോ ഫിലിം എന്നൊക്കെ പറയാനുണ്ടായിരുന്നല്ലോ. ഇനി സാർ അവരുടെ ഫോട്ടോ വല്ലതും എടുത്തിട്ടുണ്ടോ? അവരെങ്ങോട്ടാ പോയത്? അതും ഞാൻ അവരോട് ചോദിച്ചു. എന്നിട്ട് എന്നെ ഈ പൂട്ടിയിട്ടിട്ട് എങ്ങടായി പോണെന്ന്. അപ്പൊ ആ ചെക്കൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. പിന്നെ ഞാനൊന്നും മിണ്ടാൻ പോയില്ല. നമുക്ക് നമ്മുടെ ശരീരമല്ലേ സാർ വലുത്. കണ്ടു. സ്ഥലത്തെ പ്രധാന കേടിയെ നേരിട്ട് കാണാനാ വന്ന്. എന്തിനാ വീട്ടിലൊന്ന് ശശി മുറി പൂട്ടിയിട്ടത്? എന്തിനാ എന്റെ സാധനങ്ങളൊക്കെ വലിച്ചു വരി അറിഞ്ഞത്? ഫോട്ടോയാ? ഫോട്ടോ മുഖത്ത് കരുതേച്ച് വന്നാൽ ഞങ്ങൾക്ക് ആളെ മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? മര്യാദയ്ക്ക് ആ ഫോട്ടോ നെഗറ്റീവ് തിരിച്ചു തരുന്ന നല്ലത്. ഓ, ആ ഫോട്ടോ കുറെ നല്ല പോസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ വേണോ? എന്നാലത് തരുന്നില്ല. വീട്ടിൽ കയറി ഒന്ന് തോന്നിയ ദിവസം കാണിക്കാൻ ധൈര്യം കാണിച്ചവരല്ലേ. ഇനി കന്നഡപ്രഭ, തരംഗ, പ്രജാവാണി, ഉദയ, മനോരമ, മാതൃഭൂമി, മംഗളം, ഈ പുസ്തകങ്ങളുടെ ഒക്കെ കവർ പേജ് നോക്കിയാൽ മതി, കാണാം. ഞാൻ കുറെ പോസ്റ്റർ അടിച്ചങ്ങടെ ഇറങ്ങാൻ പോവാ, നാട് മുഴുവൻ ഇങ്ങനെ ഒട്ടിക്കാൻ. പെൺകുട്ടികളായിട്ടുണ്ടെങ്കിലേ ഇത്രയും സാമർത്ഥ്യം. മോനെ എറിയരുത്, കല്ലാണ് മോനെ. കൈവിട്ടാ പോയി. ഞങ്ങൾ കോമഡി പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നില്ലേ. കളിക്കരുത്, കൈവിട്ടാ പോയി. വെറുതെ നിൽക്കല്ലോ, ഒന്ന് പറഞ്ഞു കൊടുക്കുക. ബുദ്ധിയില്ലാത്ത ചെക്കനാണത്. വർക്കിയുടെ പശുവിനെ അയച്ചുവിട്ട ബാങ്കുകാരനാരാടാ? ഇറങ്ങി വേണ, ഇറങ്ങി വാ മര്യാദയ്ക്ക്. നീയാണോ പശുവിനെ അയച്ചുവിട്ടത്? അതെ, ഞാനാണ്. ഇവിടുത്തെ ഒരു കുടിലിൽ കയറി പശുവിനെ അഴിച്ചുവിടാൻ നീ ആയോടാ? വെട്ടിയെരിഞ്ഞ് ശ്രാവണഗിരി പുഴയെ താഴ്ന്നു തന്നെ ഞങ്ങള്. നാളെ നേരം വെളുത്ത് പാല് കിറക്കാൻ തൊഴുത്തി ചെല്ലുമ്പോ പയ്യ അവിടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. നിങ്ങൾ പ്രശ്നത്തിന്റെ സത്യാവസ്ഥ അറിയാൻ വന്നല്ലോ, കയ്യേറ്റത്തിന് വന്നതല്ലേ. അത് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. നീ ഒന്നും പറയണ്ട, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ മതി. നീ നിസ്സാരമായിട്ട് കയറൂരി വിട്ട പയ്യുണ്ടല്ലോ, അത് ഞങ്ങൾ ഈ നാട്ടിൽ അന്നോ അറിയോ? നിനക്ക് കയറൂരി വിട്ടത് സാറല്ല, വർക്കിയാണ്. അല്ലെങ്കിൽ പറയട്ടെ, ഞാൻ ജപ്തി ചെയ്യാൻ വന്നു എന്നുള്ളത് സത്യ. അതെന്റെ ജോലിയുടെ ഭാഗമാ. നിങ്ങൾ പറഞ്ഞ പോലെ പശുക്കൾ നിങ്ങളുടെ അന്നമാണെങ്കിൽ ഈ ജോലി എന്റെയും അന്ന. ഏതായാലും എല്ലാവരും ഒരുമിച്ച് വന്നത് നന്നായി. ഇനിയിപ്പോൾ ആരെയും വീട്ടിലൊന്ന് കാണണ്ടല്ലോ. നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം. നിങ്ങളിൽ പലരുടെയും കിടപ്പാടത്തിന്റെ ആധാരം പണയം വെച്ച് തിമ്മേൻ ബാങ്കിൽ നിന്ന് വലിയ വലിയ തുകകൾ ലോണായിട്ട് എടുത്തിട്ടുണ്ട്. നാളിതുവരെ 5 നയാ പൈസ മുതലാളി തിരിച്ചടച്ചിട്ടില്ല. പണമടയ്ക്കാത്തവരുടെ വസ്തുവകൾ ജപ്തി ചെയ്യാനാ ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഓർഡർ. തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. എന്താ നിങ്ങളുടെ പേര്? ചന്ദ്രപ്പൻ. ഓ, ചന്ദ്രപ്പൻ. ഈ രോഷം കൊള്ളുന്ന നിങ്ങളും അടയ്ക്കാണ്ടല്ലോ 50,000 രൂപ. അതിന്റെ പലിശ എനിക്ക് നിങ്ങൾ ആരെയും ദ്രോഹിക്കണമെന്നില്ല. നമുക്ക് ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിച്ച് പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അങ്ങനെ. അതല്ല എന്നെ കയ്യേറ്റം ചെയ്തും ഭീഷണിപ്പെടുത്തിയും തിരിച്ചേക്കാനാ ഭാവമെങ്കിൽ എനിക്ക് പകരം വരുന്ന ആളും ഇത് തന്നെ ആവർത്തിക്കും.
അതെ, തിന്മേനെയും നമ്മളെയും തമ്മിൽ തെറ്റിക്കാൻ കള്ളം പറയുക. ഇവൻ എന്ത് ചെയ്യണമെന്നറിയോ? മാറ്. താൻ പറഞ്ഞതൊക്കെ സത്യമാണോ? വിശ്വാസം ഇല്ലെങ്കിൽ എഴുത്തും വായന അറിയാവുന്ന ആരെങ്കിലും കൂട്ടി നാളെ ബാങ്കിൽ വാ, ഞാൻ രേഖകൾ കാട്ടിത്തരാം. എഴുത്തും വായന അറിയാവുന്നവരെ കൂട്ടിയിട്ട് വരാം. പക്ഷെ ഈ പറഞ്ഞതൊക്കെ സത്യമായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നെഞ്ചത്തെ ശശി, എന്താ സാർ? ഇവളെന്തിനാ അവരുടെ കൂടെ പറഞ്ഞേ? സാറല്ലേ പറഞ്ഞത് എഴുത്തും വായനയും അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുപോവാ, രേഖകൾ കാണിച്ചു തരാമെന്ന്. ഈ ഗ്രാമത്തിൽ കോളേജ് വിദ്യാഭ്യാസമുള്ള ഒരേ ഒരാള് രാധയാ. എന്റെ ഈശ്വരാ. എന്താ സാർ ഒരു പരിഭ്രമം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, എന്ത് കുഴപ്പം? തനിക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നിയോ? എനിക്കും തോന്നിയില്ല, സാറിന് തോന്നിയോ? അപ്പം എനിക്കും തോന്നിയില്ല. തോന്നിയല്ല. അതെ, എല്ലാവരും അകത്ത് കടത്തി വിടണ്ട. രേഖ പരിശോധിക്കുന്ന ആളെ മാത്രം മതി. എന്താ? ഒന്നുമില്ല. ഇതെന്റെ പെങ്ങള് രാധ, പ്രീ ഡിഗ്രിയാ. പരീക്ഷ കഴിഞ്ഞിട്ട് നിൽക്കുക. രേഖകള് ഇവള് പരിശോധിച്ച പോരെ? അല്ല, വേറെ ആരും വേണ്ട. കുട്ടി മതി മതി. രേഖകൾ പരിശോധിക്കുന്നവർ മാത്രം അകത്ത് കയറിയാൽ മതി എന്നാ സാറ് പറഞ്ഞത്. ഇത് ലോണിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ്. ഇത് ലോൺ സാങ്ഷൻ ചെയ്തിട്ടുള്ള ഓർഡേഴ്സ്. ആ ഫോട്ടോസ് നെഗറ്റീവ് എവിടെ? ഏത് ഫോട്ടോസ്? പത്രത്തിൽ കൊടുക്കുന്നു പറഞ്ഞ ഫോട്ടോസ്. അത് തന്നില്ലെങ്കിൽ ഞാനിപ്പോ എല്ലാം നുണയാന്ന് പറയും. അയ്യോ, സത്യമായിട്ടും അങ്ങനെ ഒരു ഫോട്ടോ ഇല്ല. ദേഷ്യം വന്നപ്പോ ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. എങ്ങനെ വിശ്വസിക്കും? നാളെ തൃക്കണാമ്പിയിൽ വന്നാ തെളിവ് തരാം. ശരിയാ, 70 ആൾക്കാരുടെ പേരിൽ ഇവിടുന്ന് ലോൺ കൊടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രമാണങ്ങള് പണയം വെച്ചതിന് രേഖയുണ്ട്. പണം തിരിച്ചടയ്ക്കാനുള്ള ആൾക്കാരുടെ പേരും തുക എഴുതിയ ലിസ്റ്റാണത്. മാതപ്പ 10,000 രൂപ, മഹാദേവ 15,000, മണികണ്ഠൻ 15,000, ദൊഡണ്ണ 8,000, നാച്ചപ്പ 25,000, ചന്ദ്രപ്പൻ 60,000 രൂപ. 60,000 രൂപ. വരാൻ അതിനല്ലാന്ന് വാ വാ, ഇങ്ങോട്ട് വരാൻ. എന്റെ ദൈവമേ, ഇങ്ങനത്തെ ഗവൺമെന്റ് കൈക്കുണ്ടാക്കണ്ട. ഇങ്ങോട്ട് മാറിയുന്നേ. കഥ കടച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. വാ. കൊളായി, എല്ലാം കൊളായി. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ രാധ ബാങ്കിൽ വന്ന് രേഖകളെല്ലാം പരിശോധിച്ചു. സത്യാവസ്ഥ മുഴുവനും നാട്ടുകാരെ അറിയിച്ചു. ഇനി ഞാൻ ഇവിടെ നിന്ന് ആ പാർത്തനും നാട്ടുകാരും കൂടി എന്നെ പച്ചയ്ക്ക് തൊലി വിളിക്കും. പിന്നെ എന്നെ കാണാൻ ഒരു ശൈലുണ്ടാവില്ല. ഞാൻ പോണ്ടിച്ചേരിക്ക് പോവാ. തിമ്മയിനെയും കൊണ്ടേ ഞാൻ വരൂ. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടല്ല പോണത്. പറയാൻ സമയമില്ല. ഡോക്ടർ വീട്ടിൽ ചെന്ന് വിവരം പറഞ്ഞേക്കണം. യോഗ ഉണ്ടെങ്കിൽ ഇനി നമുക്ക് കാണാം. ആരും ഉണ്ടായിരുന്നില്ല തിരിഞ്ഞു നോക്കാൻ. ഇവക്ക് 5 വയസ്സാ. വിശന്നും കരഞ്ഞു തളർന്ന് ഇവളെയും തോളിലിട്ട് അറവുമാടുകളെ വാങ്ങാൻ ഇങ്ങോട്ട് വരുന്ന തമിഴൻ ലോറി ഡ്രൈവറുടെ കാല് പിടിച്ചിട്ടാ ശവം നാട്ടിലെത്തിച്ചത്.
ആരോ പറഞ്ഞറിഞ്ഞ് തന്തേന്ന് പറയുന്ന മനുഷ്യൻ വന്നു 2 മാസം കഴിഞ്ഞ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇവളുടെ ഒരു കാര്യത്തിനും ഞാൻ മുടക്കം വരുത്തിയിട്ടില്ല. കഴിഞ്ഞ കാര്യങ്ങളും വാശിയും പിണക്കൊക്കെ നമുക്ക് മറക്കാം. ഇപ്പോ രാധയ്ക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള സ്ഥിതിക്ക് ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയിട്ടാണെങ്കിലും പഠിപ്പിക്കണമെന്ന് തന്നെയാണ് ആശ. ആകെ ഉള്ളത് ഈ വീടും കുറെ പൈക്കളുവാ. കഴിഞ്ഞോണത്തെ വരവിന് കുടുംബസ്നേഹമുള്ള ഞങ്ങളുടെ തന്ത വീടിന്റെ ആധാരം അടിച്ചു മാറ്റി പണയം വെച്ച് ലോറി വാങ്ങി. ബാക്കിയുള്ളത് പൈക്കളാ. ഇവളുടെ കല്യാണ ചെലവിന് എന്റെ കയ്യിലുള്ള സമ്പാദ്യം. അയാളും ഭാര്യയും നാട്ടിലുള്ളിടത്തോളം കാലം അതിന് അവകാശം പറഞ്ഞുകൊണ്ട് വരും. കണ്ണി ചോരയില്ലാത്തവനാ. അതിനു മുമ്പ് എല്ലാത്തിനെയും വിറ്റുപെറുക്കി നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി ഇവിടെ കല്യാണം നടത്തണം. നാളെ പൈക്കളെയും കൊണ്ട് മലകയറുമ്പോ ഒരു പാമ്പ് കടിച്ചോ വെള്ളടി വെട്ടിയോ എന്റെ തല പോയാ ഇവക്ക് പിന്നെ ആരാ ഉള്ളത്? ഷേ വേണ്ടാത്തൊന്നും ചിന്തിക്കില്ലേ. കല്യാണത്തിന് വേണ്ടി പാർത്ഥൻ കരുതിയിട്ടുള്ള സമ്പാദ്യത്തിൽ തൊടാതെ രാധയെ പഠിപ്പിക്കാൻ പറ്റിയല്ലോ. രാധയുടെ പഠിത്തത്തിന് ആവശ്യമുള്ള പണം ബാങ്ക് തരും. പാർത്ഥൻ കുറേശ്ശായിട്ട് തിരിച്ചടച്ചാ മതി. ഒക്കെ ശരിയാവും. പിന്നെ കല്യാണം അത് എടുപിടിന്നിങ്ങനെ അതിനതിന്റെയൊക്കെ സമയമുണ്ടല്ലോ അല്ലേ? ഉണ്ട്. സാറേ, ഞാൻ സാറിനെ കാണാൻ 1-2 തവണ ബാങ്കിൽ വന്നിരുന്നു. എന്താ വിശേഷിച്ച്? എനിക്ക് സാറിനോട് നന്ദി പറയണമെന്ന് തോന്നി. എന്റെ മോൻ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയപ്പോ ഒന്ന് തടയാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്തത് സാറാ. നിങ്ങൾ മര്യാദയ്ക്ക് വന്നിരുന്നെങ്കിൽ ആരെങ്കിലും ഇറക്കി വിടുമായിരുന്നോ? വിവാഹപ്രായം എത്തിയൊരു പെൺകുട്ടിയുള്ള നിങ്ങള് കുറച്ചും കൂടി ഉത്തരവാദിത്തം കാണിക്കണ്ടേ? എനിക്ക് ആ വിചാരമില്ലെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അവരുടെ അമ്മ മരിക്കുന്നതിന് മുമ്പോ മരിച്ചതിന് ശേഷമോ ഇങ്ങനൊരു തോന്നലുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. അവന്റെ അമ്മ മരിച്ചപ്പോ ഞാൻ വന്നില്ല, അത് സത്യ. അന്നെന്റെ സാഹചര്യം അതായിരുന്നു. ഹൈദരാബാദിലേക്ക് ലോഡ് കൊണ്ടുപോയ ലോറി കൊക്കയിലേക്ക് മറിഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറും മരിച്ചു. ആയുസിന്റെ ബലം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ 2 മാസം ഞാൻ ആശുപത്രി കിടക്കേണ്ടി വന്നു. തിരിച്ച് നാട്ടിൽ വന്നപ്പോഴാ ഗൗരി മരിച്ച വിവരം അറിയുന്നത്. എന്തു വന്നാലും ഞാനിനി ഇവിടുന്ന് പോവില്ല. എന്റെ ഗൗരി അടക്കിയ മണ്ണിൽ എനിക്ക് മരിക്കുന്നതുവരെ ജീവിക്കണം. പക്ഷെ എന്റെ മക്കൾ എനിക്കിനി ആരുമില്ല. ഹലോ, വാ കേറ്. ആ കടയിൽ മുഴുവൻ ആൾക്കാരാ. അവരൊന്നും ഇതിൽ കയറ്റാൻ പറ്റില്ല. നീ കേറ്. അതൊന്നും പറ്റില്ല. ആ മര്യാദക്ക് കേറണ്ടോ? ഇല്ലേ നാട്ടുകാരെ വിളിച്ചുകൂട്ടി ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് കെട്ടിപ്പിടിക്കും. പിന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഓ പിന്നെ കേറില്ലേ? ഉറപ്പാണോ? ആഹാ, ഷോക്കടിച്ചോ? വാ കേറ്. ഈ കൈ എന്തിനാ അവിടെ വെക്കണം? ഇവിടെ വെച്ചൂടെ? എന്താ തേഞ്ഞു പോവോ? ഇല്ല കുഴപ്പമൊന്നും ഉണ്ടാക്കൂല. ഞാൻ പരീക്ഷിച്ചതല്ലേ. ഈശ്വര, ആരെങ്കിലും കണ്ടു ആവോ? അയ്യോ, ആരും കണ്ടിട്ടില്ല. കാണണമെങ്കിൽ വേഗം കേറ്. നമുക്ക് മാർക്കറ്റ് വഴി ഒന്ന് കറങ്ങാം. അതല്ല, അണ്ണൻ അറിഞ്ഞോ? ഓ പിന്നെ, അണ്ണൻ അറിഞ്ഞ എന്റെ മൂക്കടിച്ചെത്തു. അതെ, സുന്ദരനും സുമുഖനും ഉദ്യോഗസ്ഥനുമായ മുകുന്ദനുമായി തന്റെ ഒരേ ഒരു പെങ്ങള് പ്രേമത്തിലാണെന്ന് അറിയുമ്പോ ആ വിദ്യാഭ്യാസത്തിലെത്ത പാർത്തൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. തുള്ളിച്ചാടും. എന്തേ? നല്ല അടിതന്ന 2 തുള്ളി ചോടിക്കുമെന്ന് എന്റെ പേടി. എന്നെ വലിയ നിലയിലേക്ക് കെട്ടിച്ചയക്കണമെന്ന് അണ്ണന്റെ ആഗ്രഹം. തെങ്ങിന്റെ മുകളിലേക്കാണോ? ഞാനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. വലിയ നിലയിൽ കന്നുകാലികളെ മേക്കണ വല്ല കാലിച്ചക്കനെ കൊണ്ട് കെട്ടിച്ചേനെ നിന്റെ അണ്ണൻ. ഞാനല്ലാതെ വേറെ വല്ലോരും ഈ ചാണ മണക്കണ നാട്ടിലെ ഇടയപ്പെണ്ണിന്റെ വലയിൽ വീഴൂ? വേണ്ട, വീഴണ്ട. കാലിച്ചെറുക്കനല്ലാതെ ആരെങ്കിലും കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ കോളേജിൽ പുതിയൊരു സാറ് വന്നിട്ടുണ്ട്. ഭയങ്കര സുന്ദരനാ. ഏയ് അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല. 6 അടി പൊക്കം, കട്ടി മീശ, നല്ല ശബ്ദം. ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴേ എന്റെ മുഖത്തൊന്ന് കണ്ണെടുക്കില്ല. വൃത്തിയായിട്ടവൻ എന്നോട് ചോദിക്കാ, നാടെവിടെയാ, വീടെവിടെയാ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ടൗണിൽ താമസിക്കാൻ ഇഷ്ടമാണോന്നൊക്കെ. വായി നോക്കി അവനെന്നെ ജയിലിലേക്ക് ഇട്ടെന്നാ തോന്നണേ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. ഓ എന്റെ ഭാഗ്യം. ഞാൻ തമാശ പറഞ്ഞല്ല കേട്ടോ. അങ്ങേർക്കും ഈ വട്ട് തുടങ്ങിയെന്നാ തോന്നണേ. നമ്മുടെ കാര്യം വേഗം അണ്ണനെ അറിയിച്ചില്ലെങ്കിൽ കുഴപ്പാവും. ഞാൻ അമ്മയ്ക്ക് എഴുതിയിട്ടുണ്ട്. നിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. മറുപടി വന്നിട്ട് വേണം
നിന്റെ അണ്ണന്റെ മുമ്പിൽ ഒന്ന് ചോദിക്കാൻ. എടോ മല കയറി പാർത്ത തന്റെ മരം കയറി പെങ്ങൾ എനിക്ക് കെട്ടിച്ചു തരുമെന്ന്. അമ്മയ്ക്കെന്നെ ഇഷ്ടാവോ? അമ്മ നിന്റെ ഫോട്ടോ കണ്ട് മറുപടിക്ക് വരെ ഇങ്ങ് പോന്നേക്കൊന്നും എന്റെ പേടി. നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമായാൽ പിന്നെ അണ്ണനെ പിടിച്ച് കെട്ടിക്കണം. പാവം, എന്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ട് കല്യാണം കഴിക്കുമെന്ന് വാശി പിടിച്ചിരിക്കാം. കൃഷ്ണഗിരിയിലെ ഗംഗാവ അവര് കാത്തിരിക്കാം. ദൈവമേ, ഈ മുരടിനോടും പ്രേമോ? വെറുതെ അല്ല പ്രേമത്തിന് കണ്ണില്ലാന്ന് പറയണേ. അല്ല, ഈ ഗംഗവ കാണാനെങ്ങനെ? സുന്ദരിയാ? നല്ല ഡാൻസ് കാരിയാ. ഹള്ളിയിലെ കോവിലിലെ കൃഷ്ണലീലിക്ക് വരും. ആഹാ. അയ്യോ, നേരം കുറയായി. ഞാൻ പോവാ, അണ്ണൻ അന്വേഷിക്കും. അല്ല അതെ ഒന്ന് ഇന്ന് ഞാൻ എന്തൊരു മണ്ടരാണെന്ന് നോക്കിയേ. സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാനത് എന്താ ഒരു മരോ ആരുല്ല. അയ്യടാ പാടുന്നു. ഏയ് വെയിറ്റ് ഇടണ്ട, ഇഷ്ടമായില്ലെങ്കിൽ തിരിച്ചെന്നാക്കാം. ആദ്യം അമ്മയുടെ കത്ത് വരട്ടെ. അതില് സമ്മതം അല്ലാന്നാണെങ്കിൽ ഇപ്പൊ തന്നെ വേസ്റ്റ് ആവില്ലേ? അത് ഞാൻ സഹിച്ചു. ഛെ, കത്തിന്റെ കാര്യം പറയണ്ടായിരുന്നു. ഹോ, ഉമ്മയ്ക്കൊക്കെ ഇപ്പൊ എന്താ വില? ഞാൻ തന്നാ മതിയോ? ഇതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന്. കർമ്മനിരതനും സ്ഥിരോത്സാഹിയുമായ ഒരു ഫീൽഡ് ഓഫീസറെ നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങൾ ജഗദീശ്വരനോട് നന്ദി പറയുക. പഴയ ലോണുകൾ തിരിച്ചടപ്പിക്കുക, നിങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക തുടങ്ങി ബാങ്ക് ഏൽപ്പിച്ച ചുമതലകൾ ഭംഗിയായി നിർവഹിച്ചതിന് ശ്രീ മുകുന്ദനെ ഞാൻ ഹാർദമായി അഭിനന്ദിക്കുന്നു. മുകുന്ദൻ നിങ്ങളുടെ ഇടയിൽ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് ബാങ്കിന്റെ പൂർണ്ണ പിന്തുണ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളിൽ സ്വന്തമായി പശുക്കളില്ലാത്തവർക്ക് പശുക്കളെ നൽകുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനാണ്. മിസ്റ്റർ മുകുന്ദൻ പേര് വിളിക്കുന്നതനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് കടന്നു വന്ന് പശുക്കളെ ഏറ്റുവാങ്ങേണ്ടതാണ്. മഞ്ചപ്പ, ഈ കയറും ബാങ്കിന്റെ വകയാണ് അല്ലേ സാർ? അതെ. എന്നിട്ട് എന്റെ സാറേ പിന്നീട് ഉണ്ടായതൊന്നും പറയണ്ട. ഞാനും നീലവയും മുഖത്തോട് മുഖം നോക്കി ആ മുറിക്കകത്ത് കുറേ നേരം വെറുതെ ഇങ്ങനെ ഇരുന്നു. അന്ന് ഇങ്ങനെ കല്യാണം കഴിക്കേണ്ടി വരുമെന്ന് ഓർത്തില്ലല്ലോ. പുറത്താണെങ്കിൽ നാട്ടുകാരായിട്ടുള്ള നാട്ടുകാര് മുഴുവനും. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ, കാലത്ത് ജീപ്പ് വരും. അന്തോണി വരൂ. നിക്ക് തിമ്മയ്യ, ഞാൻ ഈ കഥയൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. സാറാണെങ്കിൽ രസം പിടിച്ച് എന്നിട്ട് എന്റെ സാറേ ഒടുക്കം എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വാതിലുറന്നു. മുറ്റത്ത് നിറച്ച് കർണാടകക്കാര്. നീലുവ കർണാടകക്കാരി, നീലുവയുടെ അനിയൻ കർണാടകക്കാരൻ, ചേട്ടൻ കർണാടകക്കാരൻ, നീലുവയുടെ അമ്മ കർണാടകക്കാരി, നീലുവയുടെ അച്ഛൻ കർണാടകക്കാരൻ, അച്ഛന്റെ ഭാര്യ കർണാടകക്കാരി. എങ്കിൽ പിന്നെ ബാക്കി നാളെ പറഞ്ഞാലോ? അതെന്താ കർണാടകക്കാരെ ഇഷ്ടല്ലേ? അന്തോണി, നേരം ഇത്രയൊക്കെ ആയില്ലേ? ആ നേരെ ഇത്രയാക്കിയത് നമ്മളല്ലല്ലോ, അത് ദൈവല്ലേ. അതിന് കർണാടകക്കാര് എന്ത് പഠിച്ചു? ഞാൻ ബാക്കി കൂടി പറയാം, ഇനി ഭയങ്കര രസ. കാക്കു വരൂ, അന്തോണി വരൂ. ആ ഗ്ലാസ്സും ഉണ്ടാ? ഒരു സത്യം പറയാം, കർണാടകക്കാരെ ഞാൻ ഉമ്മോക്കും. ഒരു കാര്യം പറയട്ടെ,